പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കർവ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ ആണെങ്കിൽ, പ്ലെയിനിൽ വരയ്ക്കുന്ന കർവ് ആണെങ്കിൽ, ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പിക്ചർ, ദാറ്റ് ഈസ് സർക്കിൾ നമ്മൾ മനസ്സിലായി. സർക്കിൾ ഒരു ഫംഗ്ഷൻ അല്ല, 2 ഡയമെൻഷനിൽ അത് ഒരു ഫംഗ്ഷൻ അല്ല. ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, പ്ലെയിനിൽ അത് ഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല. അതുപോലെ തന്നെ എലിപ്സും എന്തല്ല, ഫംഗ്ഷൻ അല്ല. വൈയുടെ പവർ ഒന്നിൽ കൂടുതൽ വരികയാണെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല. ഇനി ഫംഗ്ഷൻ അല്ലെങ്കിലും കർവ് ആണെങ്കിലും അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങളെ സെക്കൻഡ് യൂണിറ്റിന്റെ ഒരു പ്രത്യേകത, എല്ലാ ടോപ്പിക്കും ഡിസ്കണക്റ്റഡ് ആയിട്ടാണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ഒരു പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ഒരു കർവേച്ചറിന്റെ, ഒരു കർവിന്റെ കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ എന്നീ ടോപ്പിക്കാണ് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷേ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം അറിയണമെന്നില്ല, അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് ജസ്റ്റ് അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇന്നെടുക്കുന്നത് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. കുറച്ച് കഴിഞ്ഞാൽ ആർക്ക് ലെങ്ത് പാരാമീറ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ആർക്ക് ലെങ്ത് വരുന്നുണ്ട്. ഇതൊന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയാത്തത് കാരണം നമ്മൾ ഇന്നെടുക്കുന്നത് ഇതുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. ഫസ്റ്റ്, ലെങ്ത് ഓഫ് എ കർവ്. ലെങ്ത് ഓഫ് എ കർവ്. രണ്ടാമത്തെ ടോപ്പിക്, ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷൻ. ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷൻ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഒരു കർവ് കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ ഫോർ എക്സാമ്പിൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ, y ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇതൊരു കർവാ, പ്ലെയിനുള്ള ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ. ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്തായിരുന്നു? ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ടി എന്ന് വിളിച്ചു, y ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ എന്നെടുത്തു. therefore ഇതാണ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. ഒരു പാരാമെട്രിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എപ്പോഴും വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഈക്വൽ ടു, നമ്മൾ ചെയ്യാൻ പോണത് എന്താണ് എക്സ് ഓഫ് ടി, അതിന്റെ കൂടെ ഐ എഴുതും, പ്ലസ് എന്താണ് y ഓഫ് ടി, അതിന്റെ കൂടെ ജെ എന്ന് എഴുതും. ഇനി സ്പേസിലെ കർവ് ആണെങ്കിലോ, സ്പേസിലുള്ള ഒരു കർവ് ആണെങ്കിൽ അവിടെ z ഓഫ് ടി എന്നൊരു വാല്യൂ കൂടി കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് ടി. ഇത് പ്ലെയിനിലുള്ള ഒരു കർവാ. ദാറ്റ് ഈസ് സ്പേസിലാണെങ്കിൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു y ഓഫ് ടി ഈക്വൽ ടു, അതുപോലെ തന്നെ മൂന്നാമതായിട്ട് z ഓഫ് ടി ഈക്വൽ ടു എന്ന് എഴുതാം. therefore നമുക്ക് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ, ഇതിനെ വിളിക്കുന്ന പേരാണ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ പൊസിഷൻ വെക്റ്റർ എന്നും പറയാറുണ്ട്. പൊസിഷൻ വെക്റ്റർ, ഒന്നെങ്കിൽ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പൊസിഷൻ വെക്റ്റർ. ഓക്കെ, ദാറ്റ് ഈസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർ ഓഫ് ടി എന്തായിരിക്കും? 3 ഡയമെൻഷനിൽ കിടക്കുന്ന ഒരു കർവ് ആണെങ്കിൽ അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ 3 കമ്പോണൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. therefore വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്തായിരിക്കും? എക്സ് ഓഫ് ടി ഐ പ്ലസ് y ഓഫ് ടി ജെ പ്ലസ് z ഓഫ് ടി കെ. ഇതായിരിക്കും വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ഓക്കെ, ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. therefore ഈ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന കർവിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി, ടി ആയിരുന്നു അല്ലെ, ദാറ്റ് ഈസ് ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ. ഇനി ഒരു സർക്കിൾ തരികയാണെങ്കിൽ, സർക്കിൾ യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ, ദാറ്റ് ഈസ് യൂണിറ്റ് സർക്കിൾ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആണ് അല്ലെ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. റേഡിയസ് r ആണെങ്കിൽ x ഈക്വൽ ടു, റേഡിയസ് r ആണെങ്കിൽ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണെങ്കിൽ എക്സ് ഓഫ് ടി എന്തായിരിക്കും? എക്സ് ഓഫ് ടി ഈക്വൽ ടു ആർ കോസ് ടി, വൈ ഓഫ് ടി ഈക്വൽ ടു ആർ സൈൻ ടി. എന്താണോ റേഡിയസ് അതാണ് ഇവിടെ ഉള്ള r. therefore യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ എക്സ് ഓഫ് ടി എന്തായിരിക്കും? എക്സ് ഓഫ് ടി ഈക്വൽ ടു കോസ് ടി, വൈ ഓഫ് ടി ഈക്വൽ ടു സൈൻ ടി ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ആർ ഓഫ് ടി എന്തായിരിക്കും? ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ. അപ്പൊ ഇതാണ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പൊസിഷൻ വെക്റ്റർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ആർ ഓഫ് ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ലെങ്ത് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരു കർവ് ഇതാണെങ്കിൽ, ഇതൊരു കർവ് ആണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എൻഡ് ചെയ്യുന്ന പോയിന്റ് ഇതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡയറക്ഷൻ ഡിനോട്ട് ചെയ്യാം.
ഓക്കെ, ദാറ്റ് ഈസ് y ഈക്വൽ ടു എക്സ് സ്ക്വയറിലെ ഞാൻ ഈ ഒരു ഭാഗം എടുക്കാൻ പോവാണ്. ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ഈക്വൽ ടു ടി, വൈ ഈക്വൽ ടു ടി സ്ക്വയർ. ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഈ കർവിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി സ്പേസിലോ പ്ലെയിനിലോ വരയ്ക്കാവുന്ന ഏത് കർവ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ടി ഈക്വൽ ടു ടി നോട്ട് ആൻഡ് ടി ഈക്വൽ ടു ടി വൺ രണ്ട് ടൈം ആണെങ്കിൽ ഇതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ, ഇതിന്റെ ഇക്വേഷൻ ആണെന്ത് നമ്മൾ ആർ ഓഫ് ടി എന്ന് എഴുതുന്നത്. ആർ ഓഫ് ടി ഈക്വൽ ടു ഇതെന്തായിരിക്കും? ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ അല്ലെ. ഇതാണ് എക്സ് ഓഫ് ടി, ഇതാണ് വൈ ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ ടിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ടിക്ക് ഒരു വാല്യൂ, ഇത് പൊസിഷൻ വെക്റ്റർ പറയാൻ കാരണം എന്താണ്? ഒരു പാർട്ടിക്കിൾ ഈ പാത്തിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ടൈം 0 ആകുമ്പോൾ ആ പാർട്ടിക്കിൾ ഇവിടെ ആയിരിക്കും. ടൈം അടുത്ത സെക്കൻഡിൽ ഒരു പക്ഷേ ഇവിടെ ആയിരിക്കും, അടുത്ത സെക്കൻഡിൽ ഒരു പക്ഷേ ഇവിടെ ആയിരിക്കും, അടുത്ത സെക്കൻഡിൽ ഇവിടെ ആയിരിക്കും. അങ്ങനെ ഒരു പാർട്ടിക്കിളിന്റെ മൂവ് ചെയ്യുന്ന പാത്ത് ഇതാണെങ്കിൽ ആർ ഓഫ് ടി ഈക്വൽ ടു ടൈം നമ്മൾ കൊടുക്കുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ കിട്ടും. ദാറ്റ് ഈസ് ഈ കർവിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി എങ്കിൽ ടി ഈക്വൽ ടു അറ്റ് എ ടൈം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ ടൈമിൽ ആ പാർട്ടിക്കിൾ എവിടെ നിൽക്കുന്നത് എന്നുള്ള പൊസിഷൻ കിട്ടും. അതുകൊണ്ടാണ് ഇതിനെ പൊസിഷൻ വെക്റ്റർ എന്നും പറയുന്നത്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, അല്ലെങ്കിൽ ഈ ആർക്ക് ലെങ്ത്, ഈ ആർക്കിന്റെ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഇക്വേഷൻ ആണ് എൽ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി, ദാറ്റ് ഈസ് ടൈം ഈക്വൽ ടു എ വരും മുതൽ ടൈം ഈക്വൽ ടു ബി വരെയുള്ള ലെങ്ത്. ദാറ്റ് ഈസ് ഇത് നോം ആർ ഡാഷ് ഓഫ് ടി ഡി ടി. എന്താണ് നോം എന്ന് പറയാം? അതിന്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ആർ ഡാഷ് ഓഫ് ടി ഡിഫൈൻ ചെയ്യാം. ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി. 3 ഡയമെൻഷനിൽ കിടക്കുന്ന ഒരു കർവ് ആണെങ്കിൽ ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ ആണെങ്കിൽ എന്താണ് ആർ ഡാഷ് ഓഫ് ടി? ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. നമ്മൾ എന്ത് ചെയ്യും? ഓരോ കമ്പോണന്റിന്റെയും ഡെറിവേറ്റീവ് എടുക്കും. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടീനെ ഡെറിവേറ്റീവ് എടുക്കണം, വൈ ഓഫ് ടീനെ ഡെറിവേറ്റീവ് എടുക്കണം, സെഡ് ഓഫ് ടീനെ, ഇതിലെ ഓരോ കമ്പോണന്റിന്റെയും ഡെറിവേറ്റീവ് എടുക്കണം. therefore ആർ ഡാഷ് ഓഫ് ടി എന്ത് വരും? എക്സ് ഡാഷ് ഓഫ് ടി ഐ പ്ലസ് വൈ ഡാഷ് ഓഫ് ടി ജെ പ്ലസ് സെഡ് ഡാഷ് ഓഫ് ടി കെ. ഓക്കെ, ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ഇനി എന്താണ് ഈ രണ്ട് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ മാഗ്നിറ്റ്യൂഡ് എടുക്കും അല്ലെ. എ എന്ന വെക്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ. എ ഈക്വൽ ടു വെക്റ്റർ എ ഈക്വൽ ടു സം x1 i പ്ലസ് x2 j പ്ലസ് x3 k. ഇങ്ങനെ വെക്റ്റർ ആണെങ്കിൽ എന്താണ് മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്? റൂട്ട് ഓഫ് ഐയുടെ കൂടെയുള്ള ടേമിനെ സ്ക്വയർ ചെയ്യും അല്ലെ. ദാറ്റ് ഈസ് x1 സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെയുള്ള ടേമിനെ സ്ക്വയർ ചെയ്യും. ദാറ്റ് ഈസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ. ഇതാണ് മാഗ്നിറ്റ്യൂഡ്. ഈ മാഗ്നിറ്റ്യൂഡ് എന്നുള്ള മീനിങ് തന്നെയാണ് നോം. ഇതിനെ നോം എന്നാ വായിക്കുക. ഈ രണ്ട് ലൈൻ ഇടുന്നതിനെ നോം എന്നാണ് വായിക്കുക. ദാറ്റ് ഈസ് ഹയർ ഡയമെൻഷനിലുള്ള ഡിസ്റ്റൻസ്. അത്രേ ഇതിന്റെ മീനിങ് ഉള്ളൂ. ഹയർ ഡയമെൻഷൻ നമ്മൾ ഡിസ്റ്റൻസ്, 2 ഡയമെൻഷണൽ ഡിസ്റ്റൻസ് നമുക്കറിയാം അല്ലെ. പ്ലെയിനിൽ നമ്മൾ 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. ഇനി സ്പേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഹയർ ഡയമെൻഷനിലേക്ക് വരുമ്പോൾ അവിടെ ഡിസ്റ്റൻസ് എന്നുള്ള കൺസെപ്റ്റ് ആണ് ഇവിടെ നോം കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, മീനിങ് ഡെഫിനിഷൻ സെയിം ആണ്. എങ്ങനെ നിങ്ങൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം? സെയിം ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ത് വേണം? ആർ ഓഫ് ടി കണ്ടുപിടിക്കണം, ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, എന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ നോം എടുക്കണം. എന്നിട്ട് ഏത് ലെങ്ത് ആണോ ടി ഈക്വൽ ടു എ മുതൽ ടി ഈക്വൽ ടു ബി വരെയാണെങ്കിൽ അതിന്റെ ലെങ്ത്, ആ കർവിന്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനില്ല, പക്ഷെ ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷൻ ഉണ്ട്. അത് എടുക്കണമെങ്കിൽ ആൾറെഡി എന്താണ് ആർക്ക് ലെങ്ത് എന്ന് പറയണം, രണ്ടാമത്തെ ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷൻ എന്ന് പറയണം, പിന്നെയാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ടോപ്പിക്കിലേക്ക് വരാൻ പറ്റുള്ളൂ. ഓക്കെ, therefore ആർ ഓഫ് ടി നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു ഒറ്റ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം, 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ലെങ്ത് ഓഫ് ദി കർവ് x of t
x of t equal to, sorry, r of t equal to ti plus cos htj, ti plus cos htj. എങ്ങനെ? ഫ്രം ടി, രണ്ട് പോയിന്റ് തരണം അല്ലെ, ഏത് കർവ് എത്രാമത്തെ സെക്കൻഡ് മുതൽ എത്രാമത്തെ സെക്കൻഡ് വരെയുള്ള കർവിന്റെ ലെങ്ത് ആണ്, അല്ലെങ്കിൽ ടി ഈക്വൽ ടു ഏത് മുതലാണെന്നുള്ളത് നമുക്ക് തരണം. ദാറ്റ് ഈസ് ഫ്രം ടി ഈക്വൽ ടു 0 ടു ടി ഈക്വൽ ടു 1 വരെ. എന്തറിയണം? ഫസ്റ്റ് ആർ ഓഫ് ടി തരണം, എന്നിട്ട് അതിൽ നിന്ന് ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കണം, എന്നിട്ട് അതിന്റെ നോം കണ്ടുപിടിക്കണം, എന്നിട്ട് ഇന്റഗ്രൽ 0 ടു 1 വിത്ത് റെസ്പെക്ട് ടു ടി ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് സൊല്യൂഷൻ. given that r of t equal to ti plus cos htj, എന്താണ് r dash of t? that is r dash of t equal to t യുടെ ഡെറിവേറ്റീവ്, that is 1i, that is i plus എന്താണ് cos ht? cos ht യുടെ ഡെറിവേറ്റീവ്, that is d by dt of cos ht, ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ് cos ht. okay, cos ht that's equal to sin ht ആണ്. നെക്സ്റ്റ് എന്താണ് sin ht യുടെ ഡെറിവേറ്റീവ്? that is d by dt of sin ht that's equal to cos ht ആണ് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എഴുതാം, മൈനസിന്റെ ഡിഫറൻസ് ഒന്നുമില്ല. therefore cos ht യുടെ ഡെറിവേറ്റീവ് sin ht into j. ഇനി നമുക്ക് വേണം നോം r dash of t കണ്ടുപിടിക്കണം. എന്താ നോം r dash of t? that is root of 1 square plus sin h square t. നമുക്ക് ഒരു റിലേഷൻ അറിയാം, that is cos h square t minus sin h square t equal to 1. ഹൈപ്പർബോളിക് റിസൾട്ട് ആണ്, ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ് ഇത്. ട്രിഗണോമെട്രി ഫംഗ്ഷൻ അല്ല, ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ്. ട്രിഗണോമെട്രി ആണെങ്കിൽ cos t sin t എന്ന് വരാൻ പറ്റുള്ളൂ, പക്ഷെ ഇവിടെ cos h square t minus sin h square t that's equal to 1. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യാം, ഹൈപ്പർബോളിക് ഫംഗ്ഷൻ, വാട്ട് ഈസ് എ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ, വാട്ട് ആർ ദി സ്റ്റാൻഡേർഡ് റിസൾട്ട് ഇൻ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ, നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കാണാൻ പറ്റും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് എടുക്കാന്ന് കഴിഞ്ഞാൽ ആ ഭാഗം കൂടി നമുക്ക് എടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഈ പോർഷനിലേക്ക് വന്നിട്ട് അവിടെയുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് എടുക്കാം. അപ്പൊ ഇതെന്തായിരിക്കും? 1 പ്ലസ് ഇതിനെ നമുക്ക് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ cos h square t equal to 1 plus sin h square t എന്ന് വരും. that's equal to, ഇതിന്റെ ആൻസർ എന്ത് വരും? that equal to root of cos h square t അല്ലേ, that equal to cos h t അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. that is L equal to integral 0 to 1 നോം r dash of t, അത് നമുക്കറിയാം cos h t dt that's equal to cos h t യുടെ ഇന്റഗ്രൽ എന്താണ്? sin h t. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടാണ്, ഡെറിവേറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് അതിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും അല്ലേ. sin h t യുടെ ഇന്റഗ്രൽ cos h t, cos h t യുടെ ഇന്റഗ്രൽ sin h t. therefore this equal to sin h t upper limit lower limit 0 to 1 that equal to sin h0 minus sin h1 minus sin h0. sin h0 എന്താണ്? 0 ആണ്. this value is 0, therefore final answer sin h1. ഓക്കെ, ഇതാണ് ആർക്ക് ലെങ്ത് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ സെക്കൻഡ് ടോപ്പിക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് ചെയ്യാം. that is find arc length between, ക്വസ്റ്റ്യൻ എഴുതാം, find arc length between the point 0, 0, 1 and 1, 1, 0, 0, sorry 1, 0, 1 of the helix y equal to sin 2 pi x, comma z is equal to cos 2 pi x. നമുക്ക് എന്താ പറയണ്ടേ?
ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ ഇതാണ്, L ഈക്വൽ ടു ഇന്റഗ്രൽ A to B നോം R ഡാഷ് ഓഫ് T ഇൻറ്റു dt. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ R ഓഫ് T എന്താ അറിയണം അല്ലേ, R ഓഫ് T എന്താ എന്നുള്ളത് അറിയണം. ഇനി R ഓഫ് T കിട്ടിക്കഴിഞ്ഞാൽ R ഡാഷ് ഓഫ് T നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ തന്നെ നോം R ഡാഷ് ഓഫ് T നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് എയുടെയും ബിയുടെയും വാല്യൂസ് ആണ്, ദാറ്റ് ഈസ് ടിയുടെ ലിമിറ്റ് ആണ്, അതും ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ഒരു പോയിന്റ് ആണ്, സ്പേസിലുള്ള 2 പോയിന്റ് ആണ് തന്നുള്ളത്. എന്നിട്ട് ഇവിടെ y ഈക്വൽ ടു ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, z ഇസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ പാരാമീറ്റർ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ കണ്ടുപിടിക്കും? x ന് t കൊടുക്കും അല്ലെ, x ന് t കൊടുക്കും, then y ഈക്വൽ ടു കിട്ടും, z ഈക്വൽ ടു t കിട്ടും അല്ലെ. therefore പാരാമീറ്റർ ഇക്വേഷൻ എന്തായിരിക്കും? x ഓഫ് t ഈക്വൽ ടു t, y of t equal to sin 2 pi t, z of t equal to cos 2 pi t. Then r of t equal to, അറിയാം, r of t equal to ti plus sin 2 pi t j plus cos 2 pi t k. r of t നമുക്ക് കിട്ടി, r dash of t കണ്ടുപിടിക്കാൻ പറ്റും, നോം r dash of t കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് വേണ്ട എന്താണ്? ടിയുടെ ലിമിറ്റ് ആണ് അല്ലെ. എന്താണ് നമ്മൾ ടി കൊടുത്തേ? എക്സ് ഈക്വൽ ടു ടി ആ കൊടുത്തേ. എക്സ് ഈക്വൽ ടു ടി ആണെങ്കിൽ എക്സ് ഇവിടെ എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യുന്നു? 0 മുതൽ എക്സ് കോർഡിനേറ്റ് ചെയ്ത് അല്ലെ, ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്, അതുപോലെ തന്നെ ഇത് എക്സ്, ഇത് വൈ, സെഡ്. അപ്പൊ എക്സ് എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യുന്നു? 0 മുതൽ 1 വരെ. അപ്പൊ എക്സ് 0 മുതൽ 1 വരെ വാരി ചെയ്യുന്നു. y ഏത് മുതൽ ഏത് വരെ വാരി ചെയ്യുന്നു? y 0 മുതൽ 0 വരെ, y 0 to 0. നെക്സ്റ്റ് z, z 1 to 1, z 1 to 1. ഇതെല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ ടിക്ക് ഏത് വാല്യൂ കൊടുക്കുക? ദാറ്റ് ഈസ് t ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഈ വാല്യൂസ് കിട്ടണം അല്ലെ. ദാറ്റ് ഈസ് t ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്ത് വരിക? ദാറ്റ് ഈസ് x ഈക്വൽ ടു 0 വരും അല്ലെ. t ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ x ഈക്വൽ ടു 0 വരും, y ഈക്വൽ ടു എന്ത് വരും? 0 വരും. നെക്സ്റ്റ് t ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ cos 0 that is equal to z is equal to 1 കിട്ടും. നോക്കാം, മനസ്സിലാവും. that is t ഈക്വൽ ടു 0 ആകുമ്പോൾ ഇതിന്റെ എല്ലാ ഫസ്റ്റ് കോർഡിനേറ്റ് ഈക്വൽ ആണ്. നെക്സ്റ്റ് t ഈക്വൽ ടു 1 കൊടുക്കുമ്പോഴോ, കാരണം x is equal to t ആയിരുന്നു, അപ്പോൾ ടിയുടെ ലിമിറ്റും എക്സിന്റെ ലിമിറ്റും ഈക്വൽ ആയിരിക്കും. അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ടിക്ക് 1 കൊടുക്കുമ്പോഴോ ഈ ഒരു ടേം 1 വരും അല്ലെ, ദാറ്റ് ഈസ് x ഈക്വൽ ടു 1 വരും. നെക്സ്റ്റ് y എന്ത് വരും? ദാറ്റ് ഈസ് sin 2 pi t, t ഈക്വൽ ടു 1 ആകുമ്പോൾ sin 2 pi that is equal to y ഈക്വൽ ടു 0 എന്ന് വരും. നെക്സ്റ്റ് z, z ഇവിടെ 1 കൊടുക്കുമ്പോൾ cos 2 pi എന്നാണ്, cos 2 pi that is equal to 1 അല്ലേ, that is equal to z is equal to 1 വരും. അപ്പോൾ ടിക്ക് 0 കൊടുക്കുമ്പോൾ നമുക്ക് x y 0 0 1 വരും. ടിക്ക് 1 കൊടുക്കുമ്പോഴോ 1 0 1 വരും. അപ്പൊ ടിയുടെ ലിമിറ്റ് ഏതാണ്? 0 to 1. അപ്പൊ ടിയുടെ ലിമിറ്റ് നമുക്ക് കിട്ടി, t 0 to 1. ഇത്രയും നിങ്ങൾ ആലോചിക്കണ ആവശ്യമില്ല, കാരണം എക്സിന് നമ്മൾ ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, x ഈക്വൽ ടു ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സിന്റെ ലിമിറ്റ് തന്നെയാണ് ടിയുടെ ലിമിറ്റ് ഉണ്ടാവുക, ദാറ്റ് ഈസ് 0 മുതൽ 1 വരെ. ഓക്കെ, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷൻ. എന്താണ് ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷൻ? നമുക്കൊരു കർവ് എടുത്തു, ഈ ഒരു കർവ് എടുത്തു. ടി ഈക്വൽ ടു 0 ആവുമ്പോൾ ടി നോട്ട് ആവുമ്പോൾ പോയിന്റ് ഇവിടെ ആയിരുന്നു, ആ പാർട്ടിക്കിൾ ഇവിടെ ആയിരുന്നു. നെക്സ്റ്റ് ടി വാരി ചെയ്യാണ്. ടി വാരി ചെയ്യുമ്പോൾ അറ്റ് എ ടൈം ടി ആവുമ്പോൾ ടൈം വാരി ചെയ്യും അല്ലെ, ടൈം ഇൻക്രീസ് ചെയ്ത് പോകും. ടി ഈക്വൽ ടു 1 സെക്കൻഡ് ആകുമ്പോൾ പാർട്ടിക്കിൾ ഒരു പക്ഷേ ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. ടി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലോ ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. ടി വീണ്ടും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലോ ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. ആ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യണ പാത്താണ് ഇത് ആർ ഓഫ് ടി എങ്കിൽ നമുക്കറിയാം ഈ ലെങ്തിനെയാണ് ആർക്ക് ലെങ്ത് എന്ന് പറയാം അല്ലെ. ഈ ഒരു ലെങ്ത് ടി വീണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ആർക്ക് ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ടി വീണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ ആർക്ക് ലെങ്ത് വീണ്ടും ഇൻക്രീസ് ചെയ്യും അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി വാരി ചെയ്യുമ്പോൾ ആർക്ക് ലെങ്ത് വാരി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആർക്ക് ലെങ്തിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫംഗ്ഷനെ റീഅറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷൻ. എസ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഈ ലെങ്തിനെ എസ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്.
Therefore നമുക്ക് ഒരു r of t equal to t ലുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ t വാരി ചെയ്യുമ്പോൾ ഇവിടെ ആർക്ക് ലെങ്ത്തും വാരി ചെയ്യുന്നത് കൊണ്ട് കറസ്പോണ്ടിങ് s ലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ r of t നെ മാറ്റി എഴുതാം. അപ്പൊ എങ്ങനെ മാറ്റി എഴുതും എന്നുള്ളതാണ് ഇനി പറയാൻ പോണത്. ദാറ്റ് ഈസ് ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷൻ s of t equal to integral t naught to t r dash of u norm r dash of u into du. അഥവാ ഏതാണോ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ r of t ഏതാണോ അതിനെ ഇൻ ടേംസ് ഓഫ് u ലേക്ക് മാറ്റി എഴുതുക. ദാറ്റ് ഈസ് t കൊടുക്കുന്ന t എവിടെയുണ്ടോ അവിടെ എല്ലാം u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് r dash of u കണ്ടുപിടിക്കാം, അതിന്റെ നോം കണ്ടുപിടിക്കാം, വിത്ത് റെസ്പെക്ട് ടു u ഇന്റഗ്രേറ്റ് ചെയ്യാം. എന്നിട്ട് ഏതാണോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ t വരെ ഇന്റഗ്രേറ്റ് ചെയ്യാം. കിട്ടുന്ന ഫംഗ്ഷൻ ആണ് ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷൻ. ഓക്കെ, അപ്പൊ എന്താണ് ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷൻ? ഒരു കർവ് മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്ത് r of t എങ്കിൽ t ഈക്വൽ ടു 0 സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണെങ്കിൽ ടൈം വാരി ചെയ്യുമ്പോൾ നമ്മുടെ ആർക്ക് ലെങ്ത് വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ r of t യിലെ t വേരിയബിൾ ആണ്. കറസ്പോണ്ടിങ് t ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ആർക്ക് ലെങ്ത്തും ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് t വാരി ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു s ഉം വാരി ചെയ്യും അല്ലെ. വിത്ത് റെസ്പെക്ട് ടു t വിത്ത് റെസ്പെക്ട് ടു s എന്ത് ചെയ്യും, ഒരു വാരിയേഷൻ വരും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ r of t നെ ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷനിലേക്ക് മാറ്റാം. ആർക്ക് ലെങ്ത്തിന്റെ വേരിയബിളിലേക്ക് നമുക്ക് മാറ്റാം. ദാറ്റ് ഈസ് ടിയും എസും ചെറിയൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. ടി വാരി ചെയ്യുമ്പോൾ എസും വാരി ചെയ്യും. ടി എത്രത്തോളം വാരി ചെയ്യുന്നു അത്രത്തോളം എസിന് ഒരു വാരിയേഷൻ ഉണ്ടായിരിക്കും. ആ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഫൈൻഡ് ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷൻ. ക്വസ്റ്റ്യൻ find arc length parameterization of the circle x square plus y square equal to a square with counter clockwise direction. Counter clockwise direction. First നമുക്ക് എന്തറിയണം, എന്താണ് ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷന്റെ ഇക്വേഷൻ? s ഈക്വൽ ടു ഇന്റഗ്രൽ t നോട്ട് ടു t. t എപ്പോഴും ഫിക്സ്ഡ് ആണ്, t തന്നെ എഴുതുക. t നോട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് t നോട്ട് ടു t. നെക്സ്റ്റ് r dash of u into du, നോം r dash of u into du. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, r of u കണ്ടുപിടിക്കണം, r of t ഫസ്റ്റ് കണ്ടുപിടിക്കണം അല്ലെ. സർക്കിൾ റേഡിയസ് a ആണെങ്കിൽ അതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പാരാമട്രിക് ഇക്വേഷൻ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണെങ്കിൽ പാരാമട്രിക് ഇക്വേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈക്വൽ ടു എ സൈൻ ടി. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്താണ് r of t? r of t ഈക്വൽ ടു a cos ti plus a sin tj അല്ലെ. റേഡിയസ് ആണ് നമ്മൾ ഇവിടെ എഴുതുക, a എന്നുള്ളത് റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് r of u? t യുടെ സ്ഥാനത്ത് r of t ഈക്വൽ ടു ഇതാണെങ്കിൽ r of u t യുടെ സ്ഥാനത്തൊക്കെ u കൊടുക്കുക അല്ലെ. ദാറ്റ് ഈസ് a cos u i plus a sin u j. നമുക്ക് എന്താ വേണ്ടത്? r dash of കണ്ടുപിടിക്കണം അല്ലെ. r dash of u. r dash of u ഈക്വൽ ടു a കോസിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് മൈനസ് എ സൈൻ യു ഐ പ്ലസ് സൈനിന്റെ കോസ് അല്ലെ, ദാറ്റ് ഈസ് എ കോസ് യു ജെ. നമുക്ക് വേണ്ടത് നോം ആർ ഡാഷ് ഓഫ് യു ആണ്. നോം ആർ ഡാഷ് ഓഫ് യു ദിസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് എ സൈൻ സ്ക്വയർ യു അല്ലെങ്കിൽ സൈൻ യു ഹോൾ സ്ക്വയർ പ്ലസ് എ കോസ് യു ഹോൾ സ്ക്വയർ. ഓക്കെ, ദിസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a square sin square u plus a square cos square u. That equal to നമുക്ക് എന്ത് ചെയ്യാം, that is sin square u plus cos square u. എല്ലാവർക്കും അറിയുന്ന ഒരു റിസൾട്ട് ആണ് ഇത്, sin square theta plus cos square theta. That is equal to റൂട്ടിന്റെ അകത്ത് 1 എന്ന് വരും, 1 into a square വരും. That is equal to final answer a.
Okay, therefore ഇതെന്താണ് ഇതിന്റെ ആൻസർ r dash of u that's equal to a. Therefore s equal to എന്തായിരിക്കും s equal to ഇന്റഗ്രൽ എപ്പോഴും സർക്കിൾ സ്റ്റാർട്ട് ചെയ്യണത് നമ്മൾ എപ്പോഴും ഈ രീതിയിലാണ്. അപ്പോൾ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ലിമിറ്റ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 0 to t. അപ്പർ ലിമിറ്റ് നിങ്ങൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട t ആണ്. അത് നമ്മൾക്ക് ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷനിലെ s ഉം t ഉം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള t ആണ്. ഓക്കെ, that is r dash of norm r dash of u നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. that is a into du. a നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലേ. that is s equal to a into integral du. that is u എന്ന് വരും. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 0 to t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. that implies s equal to a into t. അങ്ങനെയാണെങ്കിൽ t എന്താണ്? t equal to that implies t equal to s divided by a. അപ്പോൾ t നെ മാറ്റി നമുക്ക് എന്ത് ചെയ്യാം? ഇൻ ടേംസ് ഓഫ് s ലേക്ക് മാറ്റി എഴുതാം. എന്തായിരുന്നു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ? ഇതായിരുന്നു. ദാറ്റ് ഈസ് r of t equal to a cos t i plus a sin t j. therefore നമുക്ക് എന്ത് ചെയ്യാം? r of s ലേക്ക് മാറ്റി എഴുതാം അല്ലേ. r of s equal to t യുടെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? s by a കൊടുത്താൽ മതി. ദാറ്റ് ഈസ് a cos t s by a i plus next a sin s by h. ഇതാണ് ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ. അഥവാ നമുക്ക് കിട്ടിയിട്ടുള്ള വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിരുന്നു. ടീനെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരുന്നു. ആ ടി മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്തു? ആർക്ക് ലെങ്ത്തിലെ പാരാമീറ്റർ ദാറ്റ് ഈസ് ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷനിലേക്ക് മാറ്റി എഴുതി. ഓക്കെ, ഈ രണ്ട് ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് നിങ്ങളുടെ സിലബസിൽ പറയുന്ന ടോപ്പിക്കിന് അത്യാവശ്യമുള്ള രണ്ട് ടോപ്പിക് ആയിരുന്നു. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് നമ്മൾ എടുത്തത്. ഓക്കെ, നെക്സ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആർക്ക് ലെങ്ത്. ഫൈൻഡ് ദി ആർക്ക് ലെങ്ത് parameterization of the helix parameterization of the helix r of t equal to cos t i plus sin tj plus tk that has reference point 0 r of 0 equal to 1 0 0 and the same orientation as the given circular helix. ഓക്കെ, ഈ ഫിഗർ തന്നിട്ടില്ല. ഫിഗർ എന്താ ഒരു പക്ഷെ ഞാൻ ഇവിടെ വരയ്ക്കാം. ഒരു സർക്കുലർ ഹെലിക്സ് ആണ്. ദാറ്റ് ഈസ് എന്താണ് സർക്കുലർ ഹെലിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ രീതിയിലുള്ള ഫിഗർ സർക്കുലർ ഹെലിക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഓറിയന്റേഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. എപ്പോഴും നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് അസ്യൂം ചെയ്യാം. എന്തൊക്കെ നമുക്കറിയണം? ആർ ഓഫ് ടി അറിയണം. എന്താണ് ഇക്വേഷൻ? s equal to integral t naught to t r of u norm r dash of u into d. ഇതാണ് ഇക്വേഷൻ. ഇവിടെ r of u r of t തന്നതുകൊണ്ട് നമുക്ക് r of u കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ടിയുടെ സ്ഥാനത്ത് u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് r dash of u തന്നിട്ടുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു u ഡെറിവേറ്റീവ് ചെയ്യണം. കിട്ടും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് അതിന്റെ നോം കണ്ടുപിടിക്കണം. നോം കണ്ടുപിടിച്ചിട്ട് നെക്സ്റ്റ് നമുക്ക് വേണ്ട എന്താണ്? ടിയുടെ ലിമിറ്റ് അറിയണം. ഇവിടെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സ് എന്താണ്? എക്സ് ഈക്വൽ ടു ഐയുടെ കൂടെയുള്ള ഫംഗ്ഷനാണ് എക്സ് അല്ലേ. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി, സെഡ് ഈക്വൽ ടു ടി. സെഡ് ആണ് ടി അല്ലേ. നമുക്ക് ടിയുടെ ലിമിറ്റാണ് വേണ്ടത്. അപ്പോൾ സെഡ് എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യുന്നത്? എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സെഡ് ഇസ് ഈക്വൽ ടു 0. r of 0 റെഫറൻസ് പോയിന്റ് തന്നിട്ടുണ്ട്. എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 0 0. അവിടെ ടി എന്താണോ നിങ്ങൾ ചെക്ക് ചെയ്യണം.
ടി സെഡ് ആയിരുന്നു, അതുകൊണ്ട് സെഡിന്റെ ലിമിറ്റ് ആണ് നമ്മൾ ഇവിടെ എഴുതുക. ദാറ്റ് ഈസ് ലിമിറ്റ് ഇന്റഗ്രൽ ഇക്വേഷൻ തരും ഇന്റഗ്രൽ 0 to t നോം ആർ ഡാഷ് ഓഫ് യു ഡി യു. ഇതാണ് എസ്. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബാക്കിയുള്ള ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.